പാകിസ്ഥാനിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ ഏതാനും ചില കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് കടന്നു എന്ന വാർത്ത വന്നിരുന്നു. ആ കൂട്ടത്തിൽ അമേരിക്കയുടെ ഡിസ്ട്രോയറുകൾ ഉണ്ട് എന്ന വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ ഇറാൻ പൂർണ്ണമായും ഇത് നിഷേധിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലും ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോയിട്ടില്ല. അതേസമയം ഒരു ഡിസ്ട്രോയർ കടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ സമാധാന ചർച്ച നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ കപ്പൽ പേർഷ്യൻ കടലിലേക്ക് ഹോർമുസ് കടൽ വഴി നീങ്ങാനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ 30 മിനിറ്റിന് മുമ്പായി ഈ കപ്പൽ തിരിഞ്ഞു പോയിട്ടില്ല എങ്കിൽ അമേരിക്കയുടെ ഡിസ്ട്രോയർ റൂട്ട് തിരിച്ച് പിൻവാങ്ങിയിട്ടില്ല, ഹോർമുസ് കടലിടുക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ 30 മിനിറ്റിന് ശേഷം ഞങ്ങൾ കപ്പലിനെ ആക്രമിക്കും എന്ന് പാകിസ്ഥാന് വിവരം നൽകിയായിരുന്നു ഇറാൻ. ആ വിവരം അമേരിക്കക്ക് കൈമാറിയതും അമേരിക്ക അവരുടെ ഡിസ്ട്രോയർ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന് മുന്നിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നത് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഞങ്ങൾക്ക് അത് അത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കല്ല, ഞങ്ങൾക്ക് അവിടെ കപ്പൽ സർവീസുകൾ അത്ര ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ട്രംപ് പറയുന്നത് അതേസമയം ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുന്ന രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട വഴിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ട്രംപിനെ കുഴക്കുന്നത്. അറബ് രാഷ്ട്രങ്ങൾ ട്രംപിന് മുന്നിൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് തുറക്കാതെ ഇവിടെ നിന്ന് വിടാൻ പാടില്ല, കപ്പലുകൾ വിടാൻ പാടില്ല, അല്ലെങ്കിൽ മൊത്തം ഞങ്ങൾ കെട്ടിക്കും. ഞങ്ങളുടെ അറബ് രാഷ്ട്രത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അമേരിക്കക്ക് ഇനി ഇടമുണ്ടാവുകയില്ല എന്ന് കൃത്യമായി അവർ പറഞ്ഞിരിക്കണം. തീർച്ചയായും അവർ ആവശ്യപ്പെട്ടിരിക്കണം. ആ ആവശ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ട്രംപ് ഇപ്പോൾ പല നീക്കങ്ങളും നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന അമേരിക്കയും ട്രംപിന്റെയും സാഹചര്യം ഇപ്പോൾ വളരെയധികം സങ്കടകരമാണ്, ആശങ്കാജനകമാണ്. കാരണം ഈ ഒരു പടുകുഴിയിൽ നിന്ന് കയറിപ്പോകാൻ പെട്ടെന്ന് കഴിയില്ല. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ സംവിധാനങ്ങളും അമേരിക്കക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. വലിയ സാമ്പത്തിക സോഴ്സുകളെല്ലാം തകർന്നടിയാൻ പോകുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഉള്ള ബന്ധങ്ങളെല്ലാം ഇനി ഛിന്ന ഭിന്നമാവാൻ പോകുന്നു. യഥാർത്ഥത്തിൽ GCC സംവിധാനങ്ങൾ പോലും 2 തട്ടിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം അമേരിക്കയോട് ഇനി പിന്തുണ നിലനിർത്തേണ്ടതില്ല, അവർക്ക് സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്യുന്നത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന GCC രാഷ്ട്രങ്ങളുണ്ട്. അതേസമയം അമേരിക്കക്ക് മുന്നിൽ അടിയുറച്ചു നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്ന ചില രാഷ്ട്രങ്ങളുമുണ്ട്. ഇത് GCCയിൽ തന്നെ ഒരുപക്ഷെ വലിയ വിള്ളലുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം സൗദി അറേബ്യ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണവുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത വരുന്നു. ഏകദേശം 13,000-ഓളം പാക് ഭടന്മാർ ഇപ്പോൾ സൗദി അറേബ്യയിൽ എത്തിയെന്ന വാർത്ത വരുന്നു. ഇത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും സൗദി അറേബ്യ ഒരു പ്രത്യേകമായ ട്രാക്ക് സ്വീകരിക്കുമ്പോൾ UAE മറ്റൊരു ട്രാക്കിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ മറ്റുള്ള GCC രാഷ്ട്രങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഇപ്പോൾ വ്യക്തമല്ല. എന്തായിരുന്നാലും നെതന്യാഹു പറഞ്ഞ പോലെ ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഇറാൻ സംവിധാനിച്ചിരിക്കുകയാണ്. നിലവിലുള്ള മിഡിൽ ഈസ്റ്റ് ആയിരിക്കുകയില്ല യുദ്ധത്തിന് ശേഷം ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ ആയിരുന്നുവെങ്കിൽ അത് സ്വപ്നം മാത്രമായി. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇറാന്റെ പുതിയ മിഡിൽ ഈസ്റ്റ് പ്ലാനാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഭാഗം. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? എവിടെയെങ്കിലും ജോലി സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ചായ വേണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസുകൾ ആവശ്യപ്പെടാൻ വേണ്ടി 50-ഓ 60-ഓ വാക്കുകൾ കാണാതെ പഠിക്കുന്ന രീതിയാണത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമർ സഹിതം പഠിച്ച് പ്രസംഗിക്കാനും എഴുതാനും ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ വെക്കേഷൻ ഇംഗ്ലീഷ് കോഴ്സ് ആണ് ത്വയ്ബ അവതരിപ്പിക്കുന്നത്. ഈ കോഴ്സിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ ഈ നമ്പർ